أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا نور وأهله اللهم صل على سيدنا نور وأهله اللهم صل على سيدنا نور وأهله الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كلد خيلتي أدركني يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كلد خيلتي أدركني يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كلد خيلتي أدركني يا رسول الله الحمد لله الحمد لله الحمد لله جزاك الله خيرا الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദര സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ പിഞ്ചുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ ദിവസം അല്ലാഹു നമുക്ക് സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാക്കട്ടെ. ഇന്നത്തെ ദിവസം സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദിവസം അല്ലാഹു നമുക്ക് നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി സന്തോഷമുള്ള ഒരു ജീവിതം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കമൻറ്റിലൂടെയൊക്കെ വാട്സപ്പിലൂടെ സഹോദരിമാർ സഹോദരന്മാരൊക്കെ, അവർക്കൊക്കെ നമുക്ക് ദുആ ചെയ്യണം. അതിൻ്റെ മുമ്പ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഒരുപാട് ക്യാൻസർ രോഗികളെക്കുറിച്ച്. ഇന്ന് ഒരു 10 വയസ്സൊക്കെ പ്രായമുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയൊരു പൈതൽ ബ്ലഡ് ക്യാൻസറായിട്ട് വായൻ്റെ ഉള്ളിലൊക്കെ മുറിയായി രക്തം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂത്രമൊഴിക്കുമ്പോഴും കാഷ്ടിക്കുമ്പോഴൊക്കെ രക്തം വാർന്നൊലിക്കുകയാണെന്ന് റിപ്പോർട്ടുകളിലൂടെ കണ്ടു. അതുപോലെ അതിനു വേണ്ടി സഹായ ഫണ്ടുകളൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. നമ്മളുടെ സ്നേഹ നിറഞ്ഞ പാലക്കാട്ടുകാരൻ ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന സഹോദരനാണ് ആ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. പരമാവധി എല്ലാവരും ആ കുഞ്ഞുമോൻക്ക് വേണ്ടി സഹായ അഭ്യർത്ഥനകൾ ചെയ്തു കൊടുക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അതുപോലെ ദുആ കൊണ്ട് എല്ലാവരും ദുആ ചെയ്യുക. ദുആ എല്ലാവർക്കും ചെയ്യാൻ കഴിയുമല്ലോ. സഹായം ചെയ്യണമെങ്കിൽ നമ്മളെ കയ്യിൽ സമ്പത്ത് വേണം, പൈസ വേണം. ഉള്ളത് കൊണ്ട് എല്ലാവരും സഹായിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളൊക്കെ അല്ലാഹു നാളെ നമുക്കൊരു മുതൽ കൂട്ടാക്കി മാറ്റുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന ഒരു കൂട്ടത്തിൽ അള്ളാഹു ചേർക്കുമാറാവട്ടെ.
ഈ ലോകത്തും ലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിലൊക്കെ അള്ളാഹു ചേർക്കുമാറാവട്ടെ. ആ കുഞ്ഞുമോൻ്റെ ഫോട്ടോസ് വീഡിയോ ഇതിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്ത് എനിക്ക് അയച്ചു തന്നതാണ്, ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ പൊന്നുമോൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടി എല്ലാവരും കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനത്തെ മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മളെ പൊന്നുമക്കളെയും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതൊക്കെ കാണുമ്പോൾ നമ്മളുടെ കൽബിൻ്റെ ഉള്ളിലൊക്കെ പിടയലാണ്. നമുക്കൊക്കെ ഉണ്ടല്ലോ മക്കൾ, ആ മക്കളൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. ഇന്നല്ലെങ്കിൽ നാളെ ആർക്കാണ് ഇത് വരിക എന്ന് പറയാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനത്തെ മാരകമായ രോഗങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരാൾക്കും അല്ലാഹു അങ്ങനത്തെ രോഗങ്ങൾ കൊടുക്കാതിരിക്കട്ടെ. മുത്തു മോമിനീങ്ങളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇന്ന് ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും മനുഷ്യർ എല്ലാവരും ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലുന്നവരാണ്. നമ്മൾ പള്ളികളിലും വീടുകളിലും ഒക്കെ ഹദ്ദാദ് ചെല്ലാറുണ്ട്. ഹദ്ദാദിൻ്റെ ഫളായിലുകളെക്കുറിച്ചാണ്, മഹത്വങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഹദ്ദാദിലുള്ള 18 ദിക്റുകളുണ്ട്. അതിലോരോ ദിക്റിൻ്റെയും മഹത്വങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല പറയുവാനും നിങ്ങൾക്ക് കേൾക്കുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും അല്ലാഹു സ്വാലിഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ. മുത്തു മോമിനീങ്ങളെ, നമ്മളെല്ലാവരും ഹദ്ദാദ് ചൊല്ലുന്നവരാണ്. ഹദ്ദാദ് ചെല്ലാത്തവരുണ്ടെങ്കിൽ ഇന്നു മുതൽ എല്ലാവരും ചൊല്ലാൻ തുടങ്ങണം. കാരണം ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾക്ക് പ്രതിഫലം ഉള്ളത് ദിക്റുകളാണ് അതിലുള്ളതൊക്കെ. വിഷാംശങ്ങൾക്ക് പോലും അതിനുള്ള പരിഹാരങ്ങളുണ്ട്. ഒരുപാട് ഓരോ ദിവസവും ഓരോ ദിക്റിൻ്റെ മഹത്വങ്ങൾ നമുക്ക് പഠിക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മനുഷ്യൻ ഒരുപാട് പരീക്ഷണങ്ങളിൽ വിധേയമാകുമ്പോൾ സ്രഷ്ടാവിൻ്റെ അല്ലാഹുവിൻ്റെ സഹായവും കാവലും ലഭിക്കാൻ ഖുർആനിക വചനങ്ങളിലും ദിക്റുകളിലുമാണ് അഭയം പ്രാപിക്കുന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിത്രമുറകൾ ഉൾക്കൊള്ളുന്ന മൗലീദുകളും ഖുർആനിലും ഹദീസുകളിലും വന്ന ദിക്റുകൾ കൊള്ളുന്ന റാത്തീബുകളും ആപൽ ഘട്ടങ്ങളിൽ നമുക്ക് കാവൽ വചനങ്ങളാണ്. അതുപോലെ ആപത്തുകളിൽ നിന്ന് ഒക്കെ നമുക്ക് കാവൽ ലഭിക്കും. മാരകമായ രോഗങ്ങളിൽ നിന്ന് എല്ലാം നമുക്ക് കാവൽ ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് ഹദ്ദാദ് ചൊല്ലുവാനും ചെല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചൊല്ലുക. ഒരുപാട് അതിലുള്ള 18ഓളം ദിക്റുകളുണ്ട്. ആ ദിക്റുകളുടെയൊക്കെ അതിനൊക്കെ ഓരോ മഹത്വങ്ങളുണ്ട്, ഓരോ ഫളായിലുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് പഠിക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.
പണ്ടുകാലങ്ങളിൽ മലബാറിൽ പ്ലേഗ്, വസൂരി പോലാത്ത മാരകമായ രോഗങ്ങൾ ഉണ്ടായ സമയത്ത് അതിനു വേണ്ടി പ്രതിവിധി തേടിക്കൊണ്ട് മനുഷ്യന്മാർ ആവലാതിയും വേവലാതിയൊക്കെ പറയാൻ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ അടുത്തൊക്കെയാണ് ജനങ്ങൾ പോയിരുന്നത്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ സന്ദർശിച്ചു. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പ്ലേഗ് പോലാത്ത രോഗങ്ങൾ, വസൂരി പോലാത്ത രോഗങ്ങളൊക്കെ വന്ന സമയത്ത് അതിന് പ്രതിവിധി തേടിക്കൊണ്ട് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ അടുത്താണ് പോയിരുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞു കൊടുത്തത് മൗലൂദുകളും ദിക്റുകളും ഒക്കെ റാത്തീബുകളൊക്കെ ചൊല്ലാനും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെയൊക്കെ മഹത്വങ്ങൾ ഒരുപാട് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ പറയുന്നത് നമ്മളുടെ ഹദ്ദാദിലുള്ള ആദ്യത്തെ ഒരു ദിക്റുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്റിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അത് തന്നെ ഒരുപാട് പറയാനുണ്ട്. ഈ ദിക്ർ പോരിശ വിവരിച്ച ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂ അയ്യാസി റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ദിക്ർ, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ഈ ദിക്ർ പ്രഭാതത്തിൽ ആരെങ്കിലും ചൊല്ലിയാൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സന്തതികളിൽ നിന്ന് ഒരാളെ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കുന്നതാണ്. ഈ ദിക്ർ പ്രഭാതത്തിൽ രാവിലെ ആരെങ്കിലും ഒരാൾ ഈ ദിക്ർ ചൊല്ലിയാൽ, രാവിലെ ആരെങ്കിലും പ്രഭാതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഈ ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സന്തതികളിൽ നിന്ന് ഒരാളെ മോചിപ്പിച്ചതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കും. ഒന്ന്, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയിൽ ഒരാളെ മോചിപ്പിച്ച പ്രതിഫലം അവന് ലഭിക്കും. 10 നന്മകൾ അവന് എഴുതപ്പെടും, 10 തിന്മകൾ അവനിൽ നിന്ന് മായ്ക്കപ്പെടുകയും അതുപോലെ 10 നന്മകൾ എഴുതപ്പെടുകയും 10 തിന്മകൾ അവനിൽ നിന്ന് മായ്ച്ചു കളയുകയും 10 പദവികൾ അവന് ഉയർത്തുകയും ചെയ്യും. പിശാചിൽ നിന്ന് അവന് സംരക്ഷണവും ലഭിക്കുകയും ചെയ്യും. ആരെങ്കിലും ഈ ദിക്ർ ചൊല്ലുന്ന പക്ഷം പ്രഭാതമാകുന്നത് വരെ പോലെയുള്ളത് അവർക്ക് ലഭിക്കുന്നതാണ്. അതായത് വൈകുന്നേരം ആരെങ്കിലും ഈ ദിക്ർ ചൊല്ലുകയാണെങ്കിൽ അവന് പ്രഭാതം വരെ പറഞ്ഞ പോലുള്ള ആ പദവികളൊക്കെ അവർക്ക് ലഭിക്കും. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസിൻ്റെ പരമ്പര പ്രമാണമാണെന്ന്
ഇമാം നവവി റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിട്ടുണ്ട്. പ്രസ്തുത ദിക്ർ ഒരു പ്രാവശ്യം ചൊല്ലിയാലുള്ള പ്രതിഫലമാണല്ലോ നിങ്ങളിപ്പോൾ കേട്ടത്. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ഈ 4 പദവികൾ അവന് ലഭിക്കും. 1, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്തതിയിൽ നിന്ന് ഒരാൾ മോചിപ്പിച്ച പ്രതിഫലം അവന് ലഭിക്കും. 10 നന്മകൾ അവന് എഴുതപ്പെടും, 10 തിന്മകൾ മായ്ക്കപ്പെടും. 10 പദവികൾ അവൻ ഉയർത്തപ്പെടും. അതുപോലെ ശൈത്താൻ്റെ ഷർറിനെ തൊട്ട് പിശാചിൽ നിന്ന് അവന് കാബലും സംരക്ഷണവും ലഭിക്കുന്നതാണ്. അതാണ് ഒറ്റ ദിക്ർ ചൊല്ലിയാൽ അതിന് കിട്ടുന്ന പ്രതിഫലം. പ്രസ്തുത ദിക്ർ ഒരു പ്രാവശ്യം ചൊല്ലിയാലുള്ള പ്രതിഫലമാണ് ഹദീസിൽ പറഞ്ഞത്. ഹദ്ദാദ് റാത്തീബ് 3 പ്രാവശ്യമാണ് അത് ചൊല്ലുന്നത്. അപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ സന്തതികളിൽ 3 പേരെ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കുന്നതാണ്. ഹദ്ദാദ് റാത്തീബിൽ 3 പ്രാവശ്യം ഇത് ചൊല്ലുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 3 പ്രാവശ്യം ചൊല്ലുന്നുണ്ട്. ആ ചൊല്ലുന്നതിന് 30 പേർ 3 പ്രാവശ്യം ചൊല്ലുന്നത്. അപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിയുടെ സന്താനങ്ങളിൽ നിന്ന് 3 പേരെ മോചിപ്പിച്ചതിൻ്റെ പ്രതിഫലം ലഭിക്കുമല്ലോ. അപ്പോൾ 3 പേരെ മോചിപ്പിച്ച പ്രതിഫലം അവർക്ക് ലഭിക്കും. അതുപോലെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിയുടെ സന്താനങ്ങളിൽ നിന്ന് ഒരാളെ മോചിപ്പിക്കുന്നത് മറ്റുള്ള പ്രവാചകന്മാരിൽ നിന്ന് 12 പേരെ മോചിപ്പിക്കുന്നതിന് തുല്യമാണ്. അവരിൽ നിന്ന് 3 പേരെ മോചിപ്പിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് 36 പേരെ മോചിപ്പിക്കുന്നതിന് തുല്യമാണ്. അവന് 30 നന്മകൾ ലഭിക്കും, 30 തിന്മകൾ അവനിൽ നിന്ന് മായ്ച്ചു കളയുകയും 30 പദവികൾ ഉയർത്തുകയും എന്നിങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതാണ് ഈ ദിക്റിൻ്റെ മഹത്വങ്ങൾ. ഈ ഒറ്റ ദിക്റിൻ്റെ മഹത്വങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. 1, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ സന്താനങ്ങളിൽ നിന്ന് 3 പേരെ മോചിപ്പിച്ച 3 പ്രാവശ്യം ചൊല്ലിയാൽ 3 പേരെ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കും. പിന്നെ 10 നന്മകൾ അവനിക്കെന്താണ് എഴുതപ്പെടും. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 10 നന്മകൾ അവനിക്ക് എഴുതപ്പെടും. അപ്പോൾ 3 പ്രാവശ്യം ചൊല്ലിയാൽ 30 നന്മകൾ ലഭിക്കും. 30 തിന്മകൾ അവനിൽ നിന്ന് മായ്ച്ചു കളയുകയും 30 പദവികൾ ഉയർത്തുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചൊല്ലാനും ഹദ്ദാദ് റാത്തീബ് ചൊല്ലാനും ഒക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ചൊല്ലാത്തവരൊക്കെ ഇന്നു മുതൽ തുടങ്ങിക്കൊള്ളി. ഒരുപാട് ഫളായിലുകളുള്ള ദിക്റുകളാണ്. ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ പോരിഷപ്പെട്ട ഇതാണ്. അതിൻ്റെയൊക്കെ അത് രചിച്ച മഹാന്മാരൊക്കെ ചരിത്രങ്ങളൊക്കെ പറയാനും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനും ഒക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒക്കെ നമുക്ക് പഠിക്കണം ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ മലാക്കി മാറ്റുമാറാവട്ടെ. ഈ ദിക്ർ എല്ലാവരും ചൊല്ലുക. ഹദ്ദാദിൽ മാത്രമല്ല, എപ്പോഴും ചൊല്ലാം ഇൻഷാ അല്ലാഹ്. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലാണ് ഹദ്ദാദ് ചൊല്ലേണ്ടത്. ഇശാന് ശേഷം ഇശാൻ്റെ മുമ്പായിട്ട് ഹദ്ദാദുകളൊക്കെ ചൊല്ലുക. ഹദ്ദാദ് ചൊല്ലുന്നവരൊക്കെ ഒന്ന് കമൻറ്റിലൂടെയോ ഒക്കെ ഒന്ന് അറിയിക്കുക. ചൊല്ലലുണ്ടെങ്കിൽ ഉണ്ടെന്നോ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. അല്ലാഹു നമുക്ക് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയൊക്കെ ദുആ ചെയ്യുക.
നമ്മുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു തീർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ. ഒരുപാട് സഹോദരന്മാരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. റഹീമായ റബ്ബ് എല്ലാവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ. കടങ്ങളിൽ നിന്ന് മോചനം നൽകുമാറാവട്ടെ. കടങ്ങളൊക്കെ വീട്ടുവാനുള്ള വഴികൾ അള്ളാഹു തുറന്നു തരുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, ക്യാൻസർ പോലത്തെ രോഗങ്ങളിൽ നിന്ന്, കിഡ്നി സംബന്ധമായ രോഗങ്ങളിൽ നിന്ന്, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും എല്ലാം അള്ളാഹു നമുക്ക് ഷിഫാ നൽകുമാറാവട്ടെ, രക്ഷപ്പെടുത്തുമാറാവട്ടെ. റഹീമായ റബ്ബ്, കരുണക്കടലായ റബ്ബ്, നമ്മുടെ മക്കളൊക്കെ നല്ല നിലക്ക് ആക്കി തീർക്കുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന സന്താനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ചേർക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ സ്വാലിഹത്തായ മലാക്കി സ്വീകരിക്കുമാറാവട്ടെ. നമ്മളൊക്കെ ദുആ ചെയ്യുക. നിങ്ങളുടെ ദുആയിലൊക്കെ എന്നെ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ചാനൽ നിങ്ങൾക്കറിയാം, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമാണെന്ന് ഉള്ള അറിവാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.